الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ഏകനായ സ്രഷ്ടാവിൻ്റെ ശാസനകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അവൻ വിരോധിച്ച എല്ലാ സംഗതികളിൽ നിന്നും അതെത്ര ഹരിതാഭവും മധുരതരവുമാണെങ്കിലും വിട്ടകന്ന് നിന്നുകൊണ്ട് ദൈവാനുസാരിയായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമർ റഹീമീനായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്ത് വളരെ കരുതലോടെ ജാഗ്രതയോടെ ചുവടുകൾ വെക്കേണ്ട ഒരു ചരിത്ര സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളോടും പുറമേക്കും വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ചിത്രം എന്താണ് എന്നതിനെക്കുറിച്ച് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഈ സമുദായത്തിന് എപ്പോഴും സ്വന്തത്തെ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം ഖുർആനാണ് നമ്മുടെ കണ്ണാടി. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നമ്മുടെ വൈകല്യം,
നമ്മുടെ വൈരൂപ്യം, നമ്മുടെ മുഖത്ത് എങ്ങനെയോ കടന്നുകൂടിയ കറകൾ പലപ്പോഴും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. കണ്ണാടി കാൺമോളവും തൻ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ എന്ന് പണ്ട് കവി പാടിയല്ലോ. കണ്ണാടി നോക്കാതിരിക്കുകയും അതുകൊണ്ട് താൻ ഏറ്റവും സുന്ദരനാണെന്ന് ചിന്തിച്ചു പോവുകയും ചെയ്യുന്ന വിഡ്ഢികൾ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണാടി വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ എങ്ങനെയാണോ ഈ സമുദായത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്, ആ മഹത്തായ ഉദാത്തമായ ചിത്രവും മുസ്ലിം ഉമ്മത്തിന്റെ സമകാലീന ചിത്രവും, അത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നസീഹത്ത് മാത്രമാണ് ഇന്നത്തെ ഖുതുബ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ശർഹ് സുദറിന്റെ സംസ്കാരത്തെ, ഹൃദയവിശാലതയുടെ സംസ്കാരത്തെ തിരിച്ചുപിടിക്കുക എന്ന ഒരാശയത്തെ വളരെ വിനയത്തോടുകൂടി സമർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈമാനില്ലാത്ത ഒരു മനുഷ്യനും ഹൃദയത്തിന് വലിപ്പമുണ്ടാകാം. പക്ഷെ ആ ഹൃദയത്തിന്റെ വിശാലത എന്ന് പറയുന്നത് നിലനിൽക്കത്തക്കതല്ല. എന്ന് മാത്രമല്ല, ആ ഹൃദയത്തിന്റെ വിശാലത ദൈവകോപത്തോടൊപ്പമുള്ള വിശാലതയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ, വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സുദറൻ ഫഅലൈഹിം ഗളബും മിനല്ലാഹി വലഹും അദാബുൻ അലീം. അതിന്റെ കൂടെ അല്ലാഹുവിന്റെ കോപശാപങ്ങളുണ്ട്. അത് നിലനിൽക്കത്തക്കതല്ല. അതേസമയം ഈമാൻ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം വിശാലമാകുമ്പോൾ, ഇസ്ലാം കൊണ്ട് ഒരു സമൂഹത്തിന്റെ ഹൃദയം വിശാലമാകുമ്പോൾ, ആ ഹൃദയ വിശാലത അത്ഭുതങ്ങളുണ്ടാക്കുന്ന, എന്നും നിലനിൽക്കുന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, ഭൂമിയിൽ സ്വർഗമുണ്ടാക്കുന്ന ഹൃദയവിശാലതയാണ്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സുദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, അവൻ ഒരാളെ നേർവഴി കാണിക്കാൻ തീരുമാനിച്ചാൽ യശ്റഹ് സുദ്റഹു, അവന്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കും. ലിൽ ഇസ്ലാമി, ഇസ്ലാമിനായി. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചാൽ അയാളുടെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കും. വമൻ യുരിദ് അൻ യുളില്ലഹു, ഒരുത്തനെ വഴികേടിലാക്കാൻ അല്ലാഹു തീരുമാനിച്ചാലോ യജ്അൽ സുദ്റഹു ലയ്യിഖൻ ഹറജ, അവന്റെ മനസ്സിനെ അല്ലാഹു ഇടുക്കും, അവന്റെ മനസ്സിനെ അല്ലാഹു കുടുസാക്കി തീർക്കും. കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തേക്ക് കുത്തനെ കയറിപ്പോകാൻ ശ്രമിക്കുന്ന ഒരുത്തന്റെ അനുഭവമായിരിക്കും അവന്. കദാലിക യജ്അലുല്ലാഹു റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ ഇപ്രകാരമാണ്. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമൻ, ഇതാകുന്നു നിന്റെ രക്ഷിതാവിന്റെ നേരായ ചൊവ്വായ പാത. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യസ്സക്കറൂൻ, കാര്യങ്ങൾ ആലോചിച്ച് ഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർക്ക് തെളിവുകൾ അല്ലാഹു വിശദീകരിച്ച് തരികയാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആർക്കാണോ അല്ലാഹു ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകിയത്. ഖുർആന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഒരാൾക്ക് പ്രവേശനം കൊടുത്തു എന്നതിന് അള്ളാഹു ഉപയോഗിക്കുന്ന വാക്ക് ഹൃദയവിശാലത നൽകിയെന്നാണ്. ശർഹു സദ്ർ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ തന്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിലായിരിക്കും. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മാറി നിന്ന മനുഷ്യൻ, അങ്ങനെ കഠിന മനസ്കനായി തീർന്ന ആളുകൾ, ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാകുന്നു.
അപ്പൊ ഹൃദയവിശാലത, അള്ളാഹു ഇസ്ലാമിലേക്ക് ഒരാൾക്ക് പ്രവേശനം നൽകി എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം വികസിച്ചു എന്നാണ് അർത്ഥം. അവന്റെ ഹൃദയം ഈ പ്രപഞ്ചത്തോളം വിശാലമാകുന്നു എന്നാണ് അർത്ഥം. എല്ലാവിധ സങ്കുചിതത്വങ്ങളിൽ നിന്നും, എല്ലാവിധ കുടുസായ ചിന്തകളിൽ നിന്നും, എല്ലാവിധമായ അല്പത്തരങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കും ഹിദായത്ത് നൽകപ്പെട്ട മനുഷ്യൻ. ഇതിന്റെ നേർവിപരീതമാണ് ഹൃദയ ചുരുക്കം എന്ന് പറയുന്നത്, മനസ്സിടുങ്ങിപ്പോവുക എന്ന് പറയുന്നത്, മനസ്സ് സങ്കുചിതമായി തീരുക എന്ന് പറയുന്നത്. അവന്റെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് ഇടമുണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ വേദനകളോ പ്രശ്നങ്ങളോ ജീവിതങ്ങളോ അവന്റെ വിഷയമാവുകയില്ല. കാരണം അവന്റെ മനസ്സിൽ അവൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ സങ്കുചിതരായ, മറ്റുള്ളവരുമായി പങ്കുവെക്കാത്ത, മറ്റുള്ളവർക്ക് കൊടുക്കാത്ത സങ്കുചിതങ്ങളായ മനസ്സുകൾ ആത്മലുബ്ധ് ബാധിച്ചവർ എന്നാണ് ഖുർആൻ അവരെ വിളിച്ചത്. ആത്മലുബ്ധ്, ഷിഫുൻ നഫ്സ് എന്ന ഖുർആന്റെ പ്രയോഗം. നേരത്തെ പറഞ്ഞ ശറഹ് സുദറിന്റെ വിപരീതമാണ് ഷിഫുൻ നഫ്സ് എന്ന് പറയുന്നത്. വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ ഈ ആത്മലുബ്ധിൽ നിന്ന്, സങ്കുചിതത്വത്തിൽ നിന്ന് മോചനം നേടിയത്, മോചനം നൽകപ്പെട്ടതാർക്കാണോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയിച്ചവർ. അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാർ ഹൃദയവിശാലതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ഫറോവയുടെ മുമ്പിൽ പ്രബോധനത്തിന് വേണ്ടി ചെല്ലുന്ന മൂസ അലൈഹിസ്സലാം ആ സമുദായത്തെക്കുറിച്ച് പടച്ചവനോട് പറഞ്ഞു, റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂനി, പടച്ചവനെ ആ ജനത എന്നെ നിഷേധിക്കും എന്നെനിക്ക് ബേജാറായിരിക്കുന്നു. വയലീഖു സദ്രി, എന്റെ ഹൃദയം ചുരുങ്ങിപ്പോകുന്നത് പോലെ. അതുകൊണ്ട് റബ്ബേ ഖാല റബ്ബിശ്റഹ് ലി സുദ്രി, എന്റെ ഹൃദയത്തെ നീ എനിക്ക് വിശാലമാക്കി തരണമേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക്, പ്രവാചകരെ താങ്കൾക്ക് നാം ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നൽകിയില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ ശറഹ് സദ്ർ നൽകിയില്ലേ, ഹൃദയത്തിന്റെ വിശാലത നൽകിയില്ലേ. പ്രവാചകന്റെ ജീവിതത്തിലെമ്പാടും നമുക്ക് ഈ വിശാലതയാണ് കാണാൻ കഴിയുന്നത്. ഒരു 100,000 ഉദാഹരണങ്ങൾ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ദുനിയാവിൽ മനുഷ്യരോട് പെരുമാറുമ്പോൾ, ഇതര സമൂഹങ്ങളോട് ഇടപഴകുമ്പോൾ ഈ ഹൃദയത്തിന്റെ വിശാലതയിൽ നിന്നായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ രൂപപ്പെടേണ്ടത്. ഈ ശറഹ് സദ്റിൽ നിന്നായിരിക്കണം നിങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും രൂപം കൊള്ളേണ്ടത്. വിശേഷിച്ച് നമ്മുടേതുപോലുള്ള ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ എല്ലാവരും ഇടപഴകി ജീവിക്കുന്ന, മതമുള്ളവരും മതമില്ലാത്തവരും, വ്യത്യസ്ത ആശയക്കാരും വീക്ഷണക്കാരും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ വിശേഷിച്ചും തീർച്ചയായും ഈ വിശാലതയിൽ നിന്ന്, ഈ ഹൃദയവിശാലതയിൽ നിന്ന് വരുന്നതായിരിക്കണം നമ്മൾ വിനിമയം ചെയ്യുന്ന വാക്കുകൾ. അഥവാ അങ്ങനെയല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ അത് സൃഷ്ടിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ ഈ വിശാലതയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ, ഒരു വിവേചനം കാണിക്കുന്ന സമീപനമുണ്ടാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇടപെട്ട് തിരുത്തിയ ചരിത്രങ്ങൾ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രപ്രധാനമായ പ്രാർത്ഥനയുണ്ടല്ലോ മക്കയെ സംബന്ധിച്ച്. ആ നാടിനെക്കുറിച്ച് മഹാനായ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നീ ശാന്തതയുള്ള ഒരു നാടാക്കണമേ, നിർഭയത്വത്തിന്റെ ഒരു നാടാക്കണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി, ഈ നാട്ടുകാരായ തദ്ദേശീയരായ ആളുകൾക്ക് നീ നിന്റെ ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമർപ്പിക്കുന്ന ഈ നാട്ടിലെ മുഅ്മിനുകളായ ആളുകൾക്ക് പടച്ചവനെ നീ ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകണമേ. അല്ലാഹ് പറഞ്ഞു, ഖാല വമൻ കഫറ, പോരാ,
ഇബ്രാഹിമേ, നിന്റെ പ്രാർത്ഥന പോരാ, മുസ്ലിങ്ങളും മുഅ്മിനുകളുമായ ആളുകൾക്ക് മാത്രമല്ല, വമൻ കഫറ, നിഷേധിച്ചവർക്കും നാം നൽകും. ഇതാണ് ദുനിയാവിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള സെറ്റപ്പ്. അള്ളാഹുവിന്റെ ഭൗതിക ലോകത്തിലെ സംവിധാനം അങ്ങനെയാണ്. മുസ്ലിങ്ങളോ മുഅ്മിനുകളോ അമുസ്ലിങ്ങളോ കാഫിറുകളോ എന്ന വ്യത്യാസമില്ല. വമൻ കഫറ, നിഷേധികൾക്കും നാം നൽകും. ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അദ്തറുഹു ഇലാ അദാബിന്നാർ. കുറച്ചു കാലം ഈ ദുനിയാവിൽ അവർക്ക് ഇതൊക്കെ നൽകും, പിന്നീടാണ് നാം അവരെ പിടിക്കുക. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ വിശാലത റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിശ്ചയിച്ച അവന്റെ സുന്നത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അരുമ ശിഷ്യനായിരുന്നല്ലോ. അദ്ദേഹം ഒരിക്കൽ ഒരു പ്രതിജ്ഞ എടുത്തു, മിസ്തഹിന് ഞാനൊന്നും എനിക്ക് കൊടുക്കൂല. വലിയ ഉദാരനായിരുന്നു അബൂബക്കർ. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുപോയ ഒരു സാഹചര്യമുണ്ടായി. ധനികനായ അബൂബക്കർ എല്ലാവർക്കും വാരിക്കോരി നൽകുമായിരുന്നു. മിസ്തഹും ആ സൗജന്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് വളർന്ന ഒരാളായിരുന്നു. പക്ഷേ തന്റെ മകൾ ആയിഷയെ സംബന്ധിച്ച് ഒരു അപവാദം സമൂഹത്തിൽ പ്രചരിച്ച സന്ദർഭത്തിൽ, അപമാനകരമായ ആ അപവാദ പ്രചരണത്തിൽ തന്റെ ആശ്രിതനായ മിസ്തഹും കൂടി പങ്കെടുത്ത വിവരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം മകളെ സംബന്ധിച്ച് മുനാഫിക്കുകൾ അപഖ്യാതി പരത്തുമ്പോൾ ചോറിവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും അബൂബക്കറിന്റെ ചോറ് കഴിക്കുകയും മുനാഫിക്കുകളോട് കൂറ് കാണിക്കുകയും ചെയ്ത മിസ്തഹ്, അബൂബക്കറിന് അത് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, മേലിലൊരു നയാ പൈസ ഞാൻ മിസ്തഹിന് കൊടുക്കുകയില്ല. പ്രിയമുള്ളവരെ, ആലോചിക്കണം, ആകാശം ഇടപെട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിച്ചു. സൂറത്തുൻ നൂറിൽ 22-ാമത്തെ ആയത്ത്, വലാ യഅ്തലി ഉലിൽ ഫളലി മിൻകും വസ്സഅ അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്തവർ, അഗതികൾ, പാവങ്ങൾ, ബന്ധുക്കൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും കൊടുക്കുകയില്ലെന്ന് നിങ്ങളിൽ സൗകര്യം കിട്ടിയ ആളുകൾ പ്രതിജ്ഞയെടുത്തുകൂടാ. വല്യഅഫു, വിട്ടുവീഴ്ച ചെയ്യൂ. വല്യസ്ഫഹു, വിശാലത കാണിക്കൂ. അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചു അതിന്റെ പിന്നിൽ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വലിയൊരു ചോദ്യമാണ്. പ്രതികാരത്തിന്റെ മനസ്സുമായി നടക്കുന്ന, പരുഷമായ വാക്കുകളുമായി മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്ന കഠിനമനസ്കരായിട്ടുള്ള ആളുകൾ സ്വന്തം മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് പടച്ചവൻ പുറത്തു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ആ നിലപാട് ശരിയല്ല എന്ന് അറിയിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. ഹൃദയ ചുരുക്കം, സങ്കുചിതത്വം എന്ന് പറയുന്നത് ലുൽമ പോലെയാണ് എന്ന് പ്രവാചകൻ ഗൗരവത്തിൽ താക്കീത് ചെയ്തു. ലുൽമ പോലെയാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇത്തഖുൽ ലുൽമ, നിങ്ങൾ ലുൽമിനെ സൂക്ഷിക്കണം. ഫഇന്നൽ ലുൽമ ളുലുമാത്തുൻ യൗമൽ ഖിയാമ, കാരണം അധർമ്മം എന്ന് പറയുന്നത് അന്ത്യനാളിൽ അന്ധകാരങ്ങളായിരിക്കും. പ്രവാചകൻ പറയുന്നു, ളുലുമാത്തുൻ യൗമൽ ഖിയാമ, അധർമ്മങ്ങൾ ഇരുട്ടുകളായി നിങ്ങളെ ബാധിക്കാൻ പോകുന്നു ഖിയാമത്തിൽ. തുടർന്ന് പറഞ്ഞു, വത്തഖുശുഹ, ഹൃദയത്തിന്റെ ചുരുക്കത്തെ, ഹൃദയം ഇടുങ്ങിപ്പോകുന്നതിനെ, ഹൃദയം സ്വാർത്ഥപൂർണമാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ ദുരന്തത്തിലെത്തിച്ചത് യഥാർത്ഥത്തിൽ ഈ ഹൃദയ ചുരുക്കമായിരുന്നു. ഹമലഹും അലാ അൻ സഫകു ദിമാഹും, ചോര ചിന്താൻ അത് കാരണമായിട്ടുണ്ട്. വസ്തഹല്ലു മഹാരിമഹും, പവിത്രതകളെ ലംഘിക്കാൻ അത് കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹൃദയ ചുരുക്കത്തെ സൂക്ഷിക്കണം. ആ ഹൃദയ ചുരുക്കത്തിൽ നിന്ന് വരുന്ന അസഹിഷ്ണുതയുടെ വാക്കുകൾ, അസഹിഷ്ണുതയുടെ പെരുമാറ്റങ്ങൾ, പാരുഷ്യത്തിന്റെ, കാഠിന്യത്തിന്റെ പ്രയോഗങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് നമ്മളെ വല്ലാതെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ചും മതപ്രവർത്തന രംഗത്ത് നമ്മളോട് പറയുന്ന വാക്കുകളും ഈ സമുദായം പുറത്തേക്ക് വിനിമയം ചെയ്യുന്ന വാക്കുകളും അതിനായിട്ട് അവരുപയോഗിക്കുന്ന ശരീരഭാഷകളും മതപണ്ഡിതന്മാർ
വേദികൾ കെട്ടി വമ്പിച്ച പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ആ മതപണ്ഡിതൻ ഉപയോഗിക്കുന്ന അയാളുടെ വാക്കുകൾ മാത്രമല്ല, അയാളുടെ ശരീരഭാഷ പോലും, ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുമല്ലോ, ഈ ശരീരഭാഷ പോലും ഇസ്ലാമിന്റെ ശരിയായ പ്രകൃതത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകളും നമ്മുടെ ശരീരഭാഷയും നേരത്തെ പറഞ്ഞ ശർഹുസ്വദറിൽ നിന്ന് വരുന്നതാണോ, ഇപ്പോൾ സൂചിപ്പിച്ച ശുഹ്നഫ്സിൽ നിന്ന് വരുന്നതാണോ എന്നും പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാർ ഏറ്റവും വലിയ വിശാലത കാണിച്ചവരായിരുന്നു എന്നത് കേവലം ഒരു പ്രസംഗ വിഷയമല്ല, അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രാവർത്തികമാക്കേണ്ട പാഠമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാവരും മുസ്ലിങ്ങളാവുക, എല്ലാവരും വിശ്വാസികളാവുക, ഇതൊക്കെ സംഭവ്യമല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് നമ്മെ അറിയിച്ചു, അള്ളാഹുവിന്റെ പരീക്ഷണമാണിത്, ഇത് സമർപ്പിക്കുക മാത്രമേ നിങ്ങൾക്ക് കടമയുള്ളൂ. ഇതിലേക്കൊരാൾ കടന്നു വരാതിരുന്നാൽ അത് നിങ്ങൾ അസഹിഷ്ണുവാകരുത്. അങ്ങനെ നിങ്ങൾ അസഹിഷ്ണുവാകുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ഒരാളെയും ഹിദായത്തിലാക്കാനുള്ള അധികാരം പ്രവാചകരെ താങ്കൾക്ക് പോലുമില്ല. ലസ്ത അലൈഹിം ബിമുസൈത്തിർ. അതുകൊണ്ടാണല്ലോ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകന് കഴിയാതിരുന്നത്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഈ ആദർശം സമർപ്പിക്കുക ആളുകളുടെ മുമ്പിൽ. ഇഷ്ടമുള്ളവനത് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവനത് തള്ളിക്കളയാം. വിശേഷിച്ചും അന്യ സമുദായങ്ങളോട് സംവദിക്കുമ്പോൾ അസഹിഷ്ണുതയുടെ ഭാഷ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വേദികളിൽ നിന്ന്, ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേജുകളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് നൽകുമായിരുന്നല്ലോ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ സമുദായമാക്കി മാറ്റുമായിരുന്നല്ലോ. ഈ വൈവിധ്യം അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി നിങ്ങൾ കാണേണ്ടതില്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം മതസംഘടനയെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ആളുകൾക്ക് അവരിൽ നിന്ന് അനുഭവേദ്യമാകേണ്ടത് മനുഷ്യത്വത്തിന്റെ അനുഭവമായിരിക്കണം. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രമല്ല, അവർ മുസ്ലിങ്ങളായില്ലെങ്കിലും ഏറ്റവും വലിയ വിശാലതയും സഹിഷ്ണുതയുമാണ് പ്രവാചകന്മാർ ആ രംഗത്ത് കാഴ്ചവെച്ചത് എന്ന് നമുക്കറിയാം. ഒന്ന് രണ്ട് നൂറൊന്ന് സംഭവങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കറിയാമല്ലോ ലാത്തുറിഖയിലെ സംഭവം. പ്രവാചകനും അനുചരന്മാരും തിരിച്ചു വരുമ്പോൾ ഒരു മരത്തണലിൽ അവർ വിശ്രമിച്ചു. റസൂൽ അല്പം മയങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ആയുധം ആ മരത്തിന്റെ ഒരു കൊമ്പിൽ ഉടക്കിയിട്ടിട്ട് പ്രവാചകൻ അവിടെ കിടക്കുകയാണ്. പെട്ടെന്നാണ് ശത്രു പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വാളെടുത്തുകൊണ്ട് പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുന്നു, പേടിക്കുന്നോ? റസൂൽ പറഞ്ഞു, ഇല്ല. ആരാണ് നിന്നെ രക്ഷിക്കുക? അല്ലാഹു. പ്രവാചകന്റെ അക്ഷോഭ്യമായ മറുപടി കേട്ടപാടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുന്നു. റസൂൽ അത് കയ്യിലെടുത്തു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്നെ ഇപ്പോൾ എന്നിൽ നിന്ന് ആരാണ് രക്ഷിക്കുക? ഉത്തരമുണ്ടായിരുന്നില്ല ആ ശത്രുവിന്. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിനുശേഷം റസൂൽ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് അംഗീകരിക്കാൻ നീ സന്നദ്ധനാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ശരിയാക്കി കളയാമെന്ന് പ്രവാചകൻ പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ആദർശം സ്വീകരിക്കാൻ സന്നദ്ധനല്ല. പക്ഷേ നിങ്ങൾക്കെതിരിൽ ഒരു യുദ്ധം നടന്നാൽ ആ യുദ്ധം നടത്തുന്നവരെ ഞാൻ സഹായിക്കുകയില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടുകൂടി ആ മനുഷ്യനെ പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന്റെ ജനതയോട് പറയുന്ന ഒരു വാക്കുണ്ട് ചരിത്രത്തിൽ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് പ്രവാചകന്മാരിൽ നിന്നുണ്ടായ അനുഭവം, ഇതാണ് പ്രബോധകന്മാരിൽ നിന്നുണ്ടാകേണ്ട അനുഭവം. ഖദ് ജിഅ്തുകും മിൻ ഇൻദി ഖൈരിൻ നാസ്. അദ്ദേഹത്തിന്റെ വാക്ക്, ഞാനിപ്പോൾ വരുന്നത് ഏറ്റവും നല്ല മനുഷ്യന്റെ സമീപത്തു നിന്നാണ് എന്ന് ഈ ശത്രുവായ മനുഷ്യൻ പറയുകയാണ്. ഏറ്റവും നല്ല മനുഷ്യൻ, ഖൈറുൻ നാസ്. ഇതായിരിക്കണം പ്രബോധകനിൽ നിന്നുണ്ടാകേണ്ട ആദ്യത്തെ ഫീലിംഗ്, ആദ്യത്തെ അനുഭവം.
അന്യസമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഒന്നാമത്തെ അനുഭവം നമ്മളെക്കുറിച്ച് പറയാൻ കഴിയണം. ജിഇതുകും മിൻ ഇൻദി ഖൈരിന്നാസ്. ഇതാ ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന ജനതകളിൽ ഇതാ ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും നല്ല മനുഷ്യത്വമുള്ള, വിശാലതയുള്ള, സഹിഷ്ണുതയുള്ള, നിസ്വാർത്ഥതയുള്ള ഒരു മനുഷ്യസ്നേഹിയുടെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ ആദർശത്തോട് യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല, അതിനപ്പുറം ഈ മനുഷ്യത്വത്തിന്റെ അനുഭവം ഉണ്ടാകണം എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ലോകം കണ്ട ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ അധ്യായങ്ങൾ പ്രവാചകന്റെ ചരിത്രത്തിലാണല്ലോ നമ്മൾ വായിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന മറ്റൊരു സംഭവം, മദീനത്തെ പ്രവാചകന്റെ പള്ളിയിൽ നെജറാനിൽ നിന്നൊരു ക്രൈസ്തവ പാതിരി സംഘം വരികയാണ്. ക്രൈസ്തവരായ പണ്ഡിതന്മാരുടെ ഒരു സംഘം പ്രവാചകനുമായിട്ട് അവർ പള്ളിയിൽ വെച്ച് ചർച്ച നടത്തുന്നു, മദീനത്തെ പള്ളിയിൽ. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ നേരമായി. ഈ പാതിരിമാർ പറഞ്ഞു, ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് നേരമായി, കുറച്ചു നേരം നമുക്ക് ചർച്ച നിർത്തിവെക്കാം, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിനെ ആരാധിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദേവാലയത്തിന്റെ പുറത്തു പോവുകയോ, പള്ളിയിൽ നിന്ന് പുറത്തുപോയി ഇവിടെ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാലോ, ഇവിടെ നിന്നിട്ട് ആരാധിക്കൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ അപ്പോസ്തലന്മാർക്ക് പോലും സങ്കല്പിക്കാൻ സാധ്യമല്ലാത്ത സഹിഷ്ണുത പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രവാചകന്റെ ഇമാമത്തിൽ നമസ്കാരം നടക്കുന്നു, വേറൊരു ഭാഗത്ത് ഈ ക്രിസ്ത്യാനികളുടെ കുർബാന നടക്കുന്നു. സങ്കല്പിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ലല്ലോ. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാമിലേക്ക് ഹൃദയവിശാലത നൽകിയത്, അവനും വിശാലതയില്ലാത്ത കുടുസുള്ളവനും ഒരുപോലെയാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അവസാനം ചർച്ചയൊക്കെ കഴിഞ്ഞു. ഇസ്ലാമിന്റെ സന്ദേശം പ്രവാചകൻ ആ പാതിരിമാരുടെ മുമ്പിൽ സമർപ്പിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു. ഒടുവിൽ പ്രവാചകനോട് അവർ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഇത് സ്വീകരിക്കാൻ സന്നദ്ധമല്ല. കാരണം അവരുടെ നേതാവായിരുന്നു അബൂ ഹാരിസ എന്ന് പറയുന്ന അവരുടെ നേതാവ് അതിസമർത്ഥനായിരുന്നു, ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം കാര്യം തുറന്നു പറഞ്ഞു റസൂലിനോട്, കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, മനസ്സിലായി. പക്ഷേ ഞാൻ ഇവരെ ഇത് സ്വീകരിക്കാൻ അനുവദിക്കുകയില്ല. കാരണം വർഷങ്ങളായി ഇവർ എനിക്ക് ഒരുപാട് സ്ഥാനപദവികൾ നൽകിയിട്ടുണ്ട്, ഇവരൊരുപാട് സമ്പത്ത് എനിക്ക് നൽകിയിട്ടുണ്ട്, എന്നെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഇവരിന്റെ അനുയായികളാണ്. അതുകൊണ്ട് ഈ ആദർശമങ്ങാനം സ്വീകരിച്ചാൽ തീർച്ചയായും ആ ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെടും എന്നതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ ഞാൻ ഇവരെ അനുവദിക്കുകയില്ല, ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് പ്രവാചകനോട് അബൂ ഹാരിസ തുറന്നു പറയുകയാണ്. റസൂൽ എന്ത് ചെയ്തു? അസഹിഷ്ണുത കാട്ടിയില്ല, പുഞ്ചിരിയോടുകൂടി അവരെ യാത്രയാക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ സ്നേഹത്തിന്റെ, ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു ഉറവ നിങ്ങളുടെ ഉള്ളിലുണ്ടാകണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? പ്രബോധകന്മാർക്ക് കഴിയുമോ? വാദപ്രതിവാദങ്ങൾക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപക്ഷെ അന്യ സമുദായങ്ങൾക്കിടയിൽ അസഹിഷ്ണുതയുടെ ഒരുപാട് വികാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ദഅവത്ത് ആരംഭിക്കേണ്ട ഈ മനുഷ്യസ്നേഹത്തിന്റെ ഉറവ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിരന്തരം ഈ ഉമ്മത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ യാസീനിൽ അല്ലാഹു ഒരു പ്രബോധകന്റെ കഥ പറഞ്ഞല്ലോ. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഒരു പ്രബോധകനെ അവതരിപ്പിച്ചു അല്ലാഹു. ആ നിഷ്കളങ്കനായ പ്രബോധകൻ ആ നാട്ടുകാരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിനെ സമർപ്പിച്ചു. അസഹിഷ്ണുക്കളായിരുന്നു അവർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാഷിസ്റ്റുകളുടെ സമൂഹമായിരുന്നു. ഉടനെ അദ്ദേഹത്തെ ഒരു കൊന്നുകളഞ്ഞു. കുടൽമാല പുറത്തു ചാടുന്ന രീതിയിൽ വികൃതമായിട്ട് അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തി. റബ്ബ് സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന് അല്ലാഹു പ്രതിഫലം നൽകി. അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതത്തിൽ സ്വർഗീയമായ അനുഭവങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകി. അങ്ങനെ സ്വർഗീയമായ അനുഭവങ്ങൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലും മരണാനന്തരം ഈ മനുഷ്യൻ പറയുകയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. പടച്ചവനെ, നീ എനിക്ക് പുറത്തു തന്നത്, നീ എന്നെ ആദരിച്ചത്,
നീ എനിക്ക് ഈ അനുഭവങ്ങൾ സമ്മാനിച്ചത് എന്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ വരികളിൽ നമ്മുടെ മനസ്സുകൾ നിൽക്കേണ്ടതുണ്ട്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി നമ്മൾ അവിടെ മൗനം പാലിക്കേണ്ടതുണ്ട്. അല്ല പറഞ്ഞ ഈ സംഭവമുണ്ടല്ലോ, കാലയാലയിത്ത കൗമി യാലമൂൻ, അപ്പോഴും അദ്ദേഹം കൗമീന വിളിക്കുന്നത്, എന്റെ മോനെ എന്ന് വിളിക്കുന്നത് പോലെ, എന്റെ മകളെ എന്ന് വിളിക്കുന്നത് പോലെ, എന്റെ കുടുംബാംഗങ്ങളെ എന്ന് വിളിക്കുന്നത് പോലെ എന്റെ കൗമ്, എന്റെ സമുദായം, എന്റെ ജനത ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ആ സന്ദർഭത്തിലും അദ്ദേഹത്തിന് അവരോട് യാതൊരു അമർഷവുമില്ല, യാതൊരു അസഹിഷ്ണുതയുമില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി അപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു, ആ മനുഷ്യനുണ്ടല്ലോ നസഹ ഖൗമഹു ഹയ്യൻ വ മയ്യിത, ജീവിച്ചപ്പോൾ മാത്രമല്ല മരിച്ചപ്പോഴും ആ മനുഷ്യൻ തന്റെ ജനതയോട് ഗുണകാംക്ഷ പുലർത്തിയ മനുഷ്യനാണ്. ഈ നുസ്ഹിൽ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വാക്കുകൾ രൂപപ്പെടേണ്ടത്. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അല്ലാഹു പറഞ്ഞു, ഏറ്റവും വിവേകത്തോടു കൂടിയായിരിക്കണം ഈ മാർഗത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കാൻ, നല്ല സതുപദേശത്തോടു കൂടിയായിരിക്കണം, ഏറ്റവും നല്ല സംവാദത്തിന്റെ ഉയർന്ന രീതിയിലായിരിക്കണം. അഹ്ലി കിതാബിനോടൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സത്യമല്ലേ പറയുന്നത്, യാഥാർത്ഥ്യമല്ലേ പറയുന്നത്, നമ്മുടെ കയ്യിലല്ലേ ഇതുള്ളത് എന്ന് വിചാരിച്ചിട്ട് പബ്ലിക് സ്റ്റേജ് കെട്ടിയിട്ട് അവരെ അസഹിഷ്ണുക്കളാക്കി തീർക്കുന്ന പ്രയോഗങ്ങൾ നടത്തേണ്ടതില്ല. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. അവരെ വിളിക്കൂ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമുക്കുമിടയിൽ യോജിപ്പുള്ള ചില വിഷയങ്ങളുണ്ടല്ലോ, ആ യോജിപ്പിന്റെ മേഖലകളിൽ നിന്നാണ് സംഭാഷണം തുടങ്ങേണ്ടത്. ആ കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംവാദങ്ങൾ തുടങ്ങേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രബോധന മര്യാദയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് തിരിച്ചാണ്. വാദപ്രതിവാദങ്ങളുടെ ശൈലിയിൽ സംഘടിപ്പിക്കപ്പെടുന്നു, എന്നിട്ട് അവിടെ പങ്കെടുത്ത ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചതുകൊണ്ട് ഈ അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ അവിടെ വന്നിരിക്കുക, എന്നിട്ട് നമ്മുടെ മഹാനായ പണ്ഡിതൻ വളരെ കൃത്യമായി വേദവാക്യങ്ങളും അതിന്റെ അധ്യായവും അതിന്റെ നമ്പറും പേജ് നമ്പറും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുക. തീർച്ചയായും മറുപടികളൊക്കെ പറയാം, പക്ഷെ ഈ സ്നേഹത്തിൽ നിന്ന് വരുന്ന വാക്കായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കൈയടിക്കുക. ഇവരെ തോൽപ്പിച്ചതായി ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ, ഗോളടിക്കുമ്പോൾ എതിർ ടീമിൽപ്പെട്ട ആളുകളെ ഗോളടിച്ചു തോൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പോലെ കൈയടിക്കുക, അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ മുറിവുണ്ടാക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ശൈലി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നമുക്കും നിങ്ങൾക്കുമിടയിൽ യോജിപ്പുള്ള എത്രയോ വിഷയങ്ങളുണ്ട്. ആ യോജിപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിവേകത്തിന്റെ സ്വരത്തിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തോട് മന്ത്രിക്കുന്നത് പോലെ നിങ്ങളെ കേൾക്കാൻ അവർക്ക് കഴിയണം. ഈ രീതിയിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇത് പുറമേക്കുള്ളവരോടുള്ള ഭാഷ, എല്ലാത്തിനെയും അടച്ചു പറയുകയല്ല, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മളോട് തന്നെ ഉപയോഗിക്കുന്ന ഭാഷയുണ്ടല്ലോ, മുസ്ലിങ്ങളോട് തന്നെ ഉപയോഗിക്കുന്ന ഭാഷ, മുസ്ലിം പണ്ഡിതന്മാരോട് ഉപയോഗിക്കുന്ന ഭാഷ, മുസ്ലിം സംഘടനകൾ മറ്റുള്ള സഹോദര സംഘടനകളോട് ഉപയോഗിക്കുന്ന ഭാഷ. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എത്ര വലിയ അസഹിഷ്ണുതയുടെ വാക്കുകളാണ്. നുസഹിന്റെ പൊടി പോലുമില്ലാത്ത ഗുണകാംക്ഷയിൽ നിന്നാണല്ലോ വിമർശനം വരേണ്ടത് ഇസ്ലാമിൽ. ഒരാളെ നിങ്ങൾ വിമർശിക്കുന്നുവെങ്കിൽ അത് നുസുഹിൽ നിന്ന് വരുന്ന വിമർശനമാണെങ്കിലേ അത് ഇസ്ലാമിക വിമർശനമാകും. ഇന്നി ലക്കും നാസിഹുൻ അമീൻ, നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നു എങ്കിലേ അത് ഇസ്ലാമിക വിമർശനമാകും. ആ ഗുണകാംക്ഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരണം എന്നതാണ്. നമ്മുടെ മകൻ തീക്കനലെടുക്കാൻ പോകുന്നു, കൊച്ചുകുട്ടി അറിഞ്ഞുകൂടാ, ഓടിച്ചെന്ന് നമ്മൾ കയ്യിൽ പിടിക്കുന്നത് പോലെ നമ്മുടെ കുട്ടിയെ നമ്മൾ വഴക്ക് പറയും, ശകാരിക്കും. പക്ഷെ ആ വഴക്കും ശകാരവും ഒരുപക്ഷെ അടിയും അവനെ വേദനിപ്പിക്കാനല്ല, അവനെ ശരിയിലേക്ക് കൊണ്ടുവരാനാണ്. കാരണം നിറഞ്ഞ സ്നേഹത്തിൽ നിന്നാണ് ഒരു ഉമ്മയും ഉപ്പയും ഉപദേശിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ വിമർശനം എന്ന് പറയുന്നത്. നമ്മുടെ പണ്ഡിതന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശൈലികൾ നമ്മൾ ശ്രദ്ധിക്കൂ. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന സദസ്സുകളിൽ നിന്ന് എന്തുമാത്രം പരിസര മലിനീകരണം അതുണ്ടാക്കുന്നുണ്ട്. ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു വയല് പരിപാടി വെക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അനുവാദത്തിന് വേണ്ടി ചെല്ലുകയാണ്. എസ് ഐ പറഞ്ഞു, ആദ്യത്തെ ചോദ്യം LCD ഉണ്ടോ എന്നാണ്.
ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഇത് പൊതുസമൂഹത്തിന്റെ മനസ്സാണ്. നിങ്ങളിങ്ങനെ സ്റ്റേജ് കെട്ടി LCD വെച്ച് നിങ്ങളുടെ സഹോദരങ്ങളെ, മറ്റുള്ള പണ്ഡിതന്മാരെ, മറ്റുള്ള സംഘടനകളെ ക്രൂരമായിട്ട് തേജോവധം ചെയ്യുമ്പോൾ, തെറിയഭിഷേകം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിന്റെ പ്രകൃതത്തെ പ്രതിനിധീകരിക്കുന്നില്ല. കള്ളുകുടിയ, കൊലപാതകി, മോഷ്ടാവെ എന്തൊക്കെ വിളിക്കുന്നത് പോലെ സുറൂരി, വഹാബി, മൗദൂദി, കുബൂരി, ഖാരിജി, മുഅ്തസിലി, ലാല്ലെ, മുദില്ലെ, മുബ്തദിയെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അറിയപ്പെടുന്ന ഖുർആൻ പണ്ഡിതന്മാർ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മാന്യമായി സംസാരിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് മാതൃക കാണിക്കേണ്ടതുണ്ട്. പണ്ട് മദ്ഹബി പക്ഷവാദം ഏറ്റവും വലിയ പരിധിയും വിട്ടുപോയ സന്ദർഭത്തിൽ ഈ സമുദായത്തിൽ വളർന്ന അസഹിഷ്ണുത പോലെ ഷാഫികൾക്ക് ഹനഫികളെ കണ്ടുകൂടാ, ഹനഫികൾക്ക് ഷാഫികളെ കണ്ടുകൂടാ, ഹംബലി മാലിക്കികളെ കണ്ടുകൂടാ, സലഫികളെ കണ്ടുകൂടാ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയഭിഷേകം അത് അറബിയിലാക്കി കവിതയിലാക്കി അവതരിപ്പിക്കുന്നു. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസിൻ വശാഫിഉ മിൻ മാഇൻ വമിൻ തീനി എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിൽ പ്രചരിച്ച കവിതകൾ. എന്താണ് പറയുന്നത്? സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസിൻ, ഹനഫികളെ നജസിൽ നിന്ന് പടച്ച അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഷാഫികൾ പാടുകയാണ് ഹനഫികളെ കുറിച്ച്. എന്നാൽ ഷാഫികളെ പഠിച്ചതോ വശാഫിഉ മിൻ മാഇൻ വമിൻ തീനി, ഷാഫികളെ പഠിച്ചത് വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമാണ്. അതേസമയം ഹനഫികൾ അല്ലാഹു സൃഷ്ടിച്ചത് നജസിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫികളുടെ പാട്ട് തിരിച്ചും. പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ സംഘടനാപരമായ സങ്കുചിതത്വങ്ങൾ കൊണ്ട് അന്ധമായി തീരുമ്പോൾ എന്ത് വൃത്തികേടും വിളിച്ചു പറയുകയും അതിനകമ്പടിയായിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയും അത്തരം വാദപ്രതിവാദക്കാരുടെ പിന്നിൽ ഒരുപാട് ജനങ്ങൾ കോഴികൊത്തിന്റെ ഒരു മനഃശാസ്ത്രത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഒരിക്കലും ശരിയല്ല. കാഫിറാക്കുക, മുശ്രിക്കാക്കുക. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് എന്റെ നാട്ടിൽ ആലുവ പട്ടണത്തിൽ നടന്ന ഒരു യോഗത്തിൽ ഒരു നല്ല നസീഹത്തിന്റെ ക്ലാസ് ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്തതാണ്. വലിയ ഒരു പണ്ഡിതനാണ് സംസാരിക്കുന്നത്. പേരൊന്നും പറയേണ്ടതില്ലല്ലോ, ആ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. മുസ്ലിം സംഘടനകൾക്കിടയിൽ നമസ്കാരത്തിലേക്ക് നിരന്തരം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിനെ കുറിച്ച് സാന്ദർഭികമായി ഈ പണ്ഡിതൻ പരാമർശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഇപ്പൊ ചെയ്തതെന്താ? അതിന് ശിർക്കെന്നല്ലേ നമ്മൾ പറയാ? ശിർക്കെന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചുപോയ ആ മഹാപണ്ഡിതനെ കുറിച്ച് ശിർക്ക് ചെയ്യുന്നവന്റെ പേരെന്താ? മുശ്രിക്ക്. മുശ്രിക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് ആളുകളെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോന്നു. ആദരണീയരായ പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത് എന്ന് അവരുടെ ഗവേഷണത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് ആ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തീർച്ചയായും വിമർശിക്കാം. പക്ഷേ മുശ്രിക്കെന്ന് വിളിക്കാൻ പാടില്ല, കാഫിറെന്ന് വിളിക്കാൻ പാടില്ല. അവരുടെ സ്വർഗവും നരകവും നിശ്ചയിക്കാനുള്ള ആധികാരികതയൊന്നും ആർക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു രീതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ കാഫിറാക്കുമ്പോൾ, മറ്റുള്ളവരെ മുശ്രിക്കാക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ പ്രവാചകൻ പറഞ്ഞ വാക്കെങ്കിലും നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഒരു ദൗത്യത്തിന് നിയോഗിച്ചു. ആ സൈനിക ദൗത്യം പൂർണ്ണമായി വിജയിപ്പിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. നബി ഉസാമയെ വിളിച്ച് വലിയ വാത്സല്യമായിരുന്നു. പ്രവാചകൻ ഹസനെ സ്നേഹിച്ചതുപോലെ ഉസാമയെ സ്നേഹിച്ചു. ആ ഉസാമത്ത് ബിൻ സയ്യിദിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് റസൂൽ പറഞ്ഞു, ഹദ്ദിസൂനി, പോയ കഥയൊക്കെ പറയൂ. അങ്ങനെ അദ്ദേഹം യുദ്ധരംഗങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, പ്രവാചകന്റെ മനസ്സ് വളരെ ഉന്മേഷത്തോടുകൂടി കാണപ്പെട്ടു, സന്തോഷത്തോടുകൂടിയാണ് നബി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, റസൂലെ, പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. അങ്ങനെ യുദ്ധത്തിന്റെ ഇടക്ക് ഒരു ശത്രുവിൽപ്പെട്ട ഒരുത്തൻ എന്റെ മുമ്പിൽ വന്നുപെട്ടു. അപ്പൊ ഞാൻ അവനെ കുന്തം കൊണ്ട് കുത്താനോങ്ങിയ സമയത്ത് ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ കുത്തി റസൂലെ, അവനെ കൊന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന പ്രവാചകൻ മഹാനായ ഉസാമയുടെ തന്നെ വാക്കുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഫതഗയ്യറ വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, നബിയുടെ മുഖം വിവർണമായി, പ്രവാചകൻ മ്ലാനവദനായി, ദുഃഖിതനായി. റസൂൽ പറയാൻ തുടങ്ങി, വൈഹക യാ ഉസാമ ഫകൈഫ ലക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, വൈഹക യാ ഉസാമ ഫകൈഫ ലക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസാമേ, നീ എന്ത് അതിക്രമമാണ് കാണിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും ആ മനുഷ്യനെ നീ കൊന്നു.
റസൂൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഉസാമ പറയുകയാണ്, വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, പ്രവാചകൻ ചോദിച്ചു അത്രേ, ഉസാമ നീ ആ മനുഷ്യന്റെ മനസ്സ് ചൂഴ്ന്നു നോക്കിയോ? ആ മനുഷ്യന്റെ മനസ്സ് ചൂഴ്ന്നു നോക്കിയോ? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച മനുഷ്യനെ നീ കൊന്നുകളഞ്ഞല്ലേ എന്ന് പ്രവാചകൻ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഫലം യസൽ യുറദ്ദിദുഹാ അലയ്യ, അദ്ദേഹം പറയുകയാണ്, ഹത്താ ലവദിത്തു അന്നി ഇൻ സലഖ്തു മിൻ കുല്ലി അമലിൻ അമിൽതുഹു, ഞാൻ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ സംഗതികളും നിർത്തിവെച്ച് ഒന്ന് വിമുക്തി നേടാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്ന രീതിയിൽ പ്രവാചകൻ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വസ്തഖബൽതുൽ ഇസ്ലാമ യൗമൈദിൻ മിൻ ജദീദ്, ഇന്നേ ദിവസം ഇസ്ലാമിലേക്ക് വന്നിരുന്നാൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുവോളം പ്രവാചകൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫലാ വല്ലാഹി, അതുകൊണ്ട് ഞാൻ അല്ലാഹുവാണ് സത്യം, ലാ ഉഖാതിലു അഹദൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശം പ്രഖ്യാപിച്ച ഒരു മനുഷ്യനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച ഒരു മനുഷ്യനെ ഒരിക്കലും അവനോട് ഞാൻ പോരാടുകയില്ല എന്ന് അല്ലാഹുവിൽ സത്യം ചെയ്യുകയാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച മനുഷ്യർ, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ച മനുഷ്യർ അവരുടെ വിവരക്കേടുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുമ്പോൾ, അനാചാരങ്ങളിലേക്ക് പോകുമ്പോൾ, തെറ്റായ സങ്കല്പങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്തണം. തീർച്ചയായും അവരെ ശരിയുടെ പാതയിലേക്ക് കൊണ്ടുവരണം, ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അതിന് മാന്യമായ സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ, നുസുഹിന്റെ ഒരു ഭാഷയും ശൈലിയും വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ വിമർശനങ്ങളും പ്രബോധനങ്ങളും ശറഹുസ്വദറിൽ നിന്ന് വരണം, ഹൃദയ വിശാലതയിൽ നിന്ന്, ശുഹ്റുസ്വദറിൽ നിന്ന് വന്നുകൂടാ, അസഹിഷ്ണുതയിൽ നിന്ന് വന്നുകൂടാ. ഇതാണ് യഥാർത്ഥത്തിൽ കാലം പ്രത്യേകമായും മുസ്ലിം ഉമ്മത്തിനോട് തേടുന്നത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹുർ റഹീമുൽ മഹ്മൂദ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അഷ്റഫ് മൗലൂദ്. അല്ലാഹുമ്മ സ്വല്ലി വ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ജീവിതത്തിന്റെ വെളിച്ചമാക്കി തീർക്കാനുള്ള മഹാ തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അല്ലാഹുവിന്റെ ആയത്തുകളോട് അന്ധരും ബധിരരുമായി അലസരായി കടന്നുപോകുന്നവരിൽ ഉൾപ്പെടാതെ അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തെ തന്നെ വേദനിപ്പിക്കുന്ന, അവരെ പിളർക്കുന്ന, അവരെ ശത്രുക്കളായി കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ശറഹ് സദ്ർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുഹ് നഫ്സിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ജനതയെ, സമൂഹത്തെ, നാടിനെ, ലോകത്തെയൊക്കെ സ്നേഹിക്കാനുള്ള സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, നിസ്വാർത്ഥതയുടെ ഒരു വലിയ മനസ്സ് നൽകി അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ സംഗമിപ്പിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധിതരായ സഹോദരങ്ങൾക്ക് അല്ലാഹു അതിൽ നിന്ന് എത്രയും വേഗം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആനെ വെളിച്ചമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള മഹാ തൗഫീഖ് തന്ന അല്ലാഹു നമ്മെ തുണക്കട്ടെ. ശരിയായ മുസ്ലിങ്ങളായി ജീവിക്കുകയും ആ മാർഗത്തിൽ തന്നെ മരിക്കുകയും ചെയ്യാനുള്ള മഹത്തായ തൗഫീഖ് തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റളാൻ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅൻ ബഖിയത്തി സ്വഹാബ വസ്വഹാബിയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا
واجعل الحياة زيادة لنا في كل خير واجعل الممات راحة لنا من كل شر. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.